കേന്ദ്ര സർക്കാരിന്റെ PMAY പദ്ധതിയിൽ അധിക ധനസഹായം കണ്ടെത്താനാകാതെ കേരളം വീട് അനുവദിച്ച മുഴുവൻ പേർക്കും നൽകാൻ ത്രിതല പഞ്ചായത്തുകളുടെ കയ്യിൽ പണമില്ല എന്നതാണ് വസ്തുത. സർക്കാർ ഉറപ്പിൽ കിടപ്പാടം പൊളിച്ച ഗുണഭോക്താക്കൾ ഇപ്പോൾ പെരുവഴിയിലുമായി. 24 ബ്രേക്കിംഗ്. PMAY പദ്ധതിയിൽ 2024-25 സാമ്പത്തിക വർഷം കേരളത്തിൽ കരാർ വച്ചത് 73,332 വീടുകൾ. ഒരു വീടിന് കേന്ദ്ര സർക്കാർ വിഹിതമായ 72,000 രൂപയും സംസ്ഥാന സർക്കാർ വിഹിതമായ 48,000 രൂപയും ചേർത്ത 1,20,000 രൂപയാണ് യൂണിറ്റ് കോസ്റ്റ്. എന്നാൽ കേരളത്തിലെ ലൈഫ് ഭവന പദ്ധതിയുമായി സംയോജിപ്പിച്ച പൊതുവിഭാഗത്തിനും പട്ടികജാതി വിഭാഗത്തിനും 4 ലക്ഷം രൂപയും പട്ടികവർഗ വിഭാഗത്തിന് 6 ലക്ഷം രൂപയും സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 1,20,000 രൂപയിൽ അധിക തുക ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളാണ് നൽകേണ്ടത്. പദ്ധതി നടത്തിപ്പിന്റെ പൂർണ്ണ ചുമതല ബ്ലോക്ക് പഞ്ചായത്തിലായതിനാൽ എല്ലാ വിഹിതങ്ങളും ബ്ലോക്ക് പഞ്ചായത്തിൽ സമാഹരിച്ച ശേഷം അവിടെ നിന്നാണ് വിതരണം. താമസിച്ചിരുന്ന താൽക്കാലിക കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റി നിർമ്മാണം തുടങ്ങുമ്പോഴാണ് പണമില്ലെന്ന വിവരം അറിയുന്നത്. നമ്മൾ കിടന്ന വീടുകൾ പൊളിച്ചിട്ടാണ് ഈ സംഭവം ഇത്രയും ചെയ്തു വെച്ചത്. നമ്മളെ കയ്യിൽ നിന്ന് കൂടെ പൈസ അതാ ഇല്ലാന്ന് പറയില്ല. എന്നാലും ഒരു ഇത്തിരി സ്പീഡാക്കാൻ നിങ്ങൾക്ക് നടക്കമില്ല ചേച്ചി. അവര് പൈസ വന്നാലേ അവര് തരുവുള്ളൂ. അപ്പൊ നമുക്ക് മറിച്ച് വല്ലതും ചെയ്താൽ വരുമ്പോ കൊടുക്കാം. ചേച്ചി മറിച്ച് കൊടുക്കാൻ പൈസ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യില്ല. അത് മറിച്ചെടുക്കാൻ വേണ്ടിയുള്ള പൈസ ഉണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ കിടക്കാൻ വീടില്ല. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യണമെന്ന് ആദ്യം നിങ്ങൾ പറയും. ഒന്ന് വിളിച്ച് കേട്ടോ ചേച്ചി. അല്ല വേറെ ഒന്നുമല്ല. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ വീടിന്റെ ഫ്രണ്ടിൽ നമ്മൾ കിടക്കേണ്ടി വരും. നമ്മളെ മെമ്പറായുണ്ട് കാര്യമായിട്ട് പറഞ്ഞത്. ഇതിനപ്പുറം വേറെ ഓപ്ഷൻ ഇല്ല. അതിൽ സംഭവം വെച്ചാൽ നമ്മൾ ഇരുന്ന വീടാണ് പൊളിച്ചത്. ആ ഒരു റൂമും ഒരു അടുക്കള ഉണ്ടെങ്കിൽ അത് സമാധാനമായിട്ട് കിടന്നുണ്ടെന്ന് പഞ്ചായത്തിൽ നിന്ന് ഒരു വീടായി എന്ന് പറഞ്ഞ് എല്ലാം എഴുതി കൊടുത്ത് എല്ലാം വലിച്ച് പൊളിച്ച് വെച്ചിട്ട് വ്യാസമെന്ന് കെട്ടിച്ച് പുല്ല് കയറി കിടക്കണം. എന്തിനാണ് ഇതിനപ്പുറം എന്തൊരു ചെയ്യുള്ളത്? അധിക ധനസഹായം വകയിരുത്താത്ത ത്രിതല പഞ്ചായത്തുകളും നിരവധിയാണ്. എന്നാൽ പൂർണ്ണമായി വിഹിതം വകയിരുത്തിയ ഒരു തദ്ദേശ ഭരണ സ്ഥാപനവും ഇല്ല എന്നതാണ് വസ്തുത. കൃത്യമായ തുക കണ്ടെത്താനാകാതെ പദ്ധതി നടപ്പിലാക്കാൻ ഇറങ്ങിയതാണ് പ്രതിസന്ധിക്ക് പിന്നിൽ. എന്ന് വന്നാൽ പണം നൽകാൻ കഴിയുമെന്ന് പറയാൻ കഴിയാത്ത അവസ്ഥയിലാണ് ത്രിതല പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥർ. MG പ്രതീഷ്, 24 തിരുവനന്തപുരം.